everyone, welcome back. So, നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് എല്ലാവരും എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണതും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അപാരമായ സ്ട്രെസ് എടുത്തു പോകുന്ന ആൾക്കാരായിരിക്കും. സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ സ്ട്രെസ് എടുക്കുന്നത് കാരണം ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ചെറിയ ടിപ്പുമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് തുടങ്ങാം. എല്ലാവരും ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് എടുക്കുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ഈ സ്ട്രെസ് എടുത്തത് കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് സംഭവിച്ച ഒരു ഇൻസിഡൻ്റ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ 11th 12th പഠിച്ച കൂട്ടത്തിൽ തന്നെ 11th 12th കൂട്ടത്തിൽ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ട്രൈ ആക്കിയൊരു വ്യക്തിയാണ്. അപ്പോൾ അന്ന് ഉടനെ 11th തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ഞാൻ എടുത്തിരുന്നത്. എനിക്ക് നീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ നീറ്റിൻ്റെ കൂടെ തന്നെ എനിക്ക് ബോർഡ് എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ കുറേ സ്ട്രെസ് എടുത്തൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ചടിച്ച് എനിക്ക് പതുക്കെ ക്ലാസ്സിൽ ചെറിയതായിട്ട് മാർക്ക് കുറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. അങ്ങനെ പിന്നെയും എനിക്കൊന്നിനും കഴിവില്ലെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. ആ സ്ട്രെസ് എടുത്തെടുത്ത് എനിക്ക് 11th നല്ലോണം മാർക്ക് കുറഞ്ഞു. പിന്നെ 12th ബോർഡ് എക്സാമിന് ഞാൻ CBSE ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് 12th നല്ലോണം മാർക്ക് കുറഞ്ഞു, 73.2% മാർക്ക്. അത് ഞാൻ എൻ്റെ ലൈഫിൽ ആ 2 വർഷം ഏറ്റവും കൂടുതൽ പേടിച്ചതുപോലെ തന്നെ എൻ്റെ ബോർഡ് എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാണ് ടെൻഷൻ അടിച്ചത്. അങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് എൻ്റെ മനസ്സിൽ ചിന്തിച്ചൊരു തോട്ടായിരുന്നു, എനിക്ക് മാർക്ക് കുറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ച് ലാസ്റ്റ് എനിക്ക് 12th മാർക്ക് കുറഞ്ഞു. 73.2% മാർക്കാണ് കിട്ടിയത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ 2 വർഷം പേടിച്ചതാണ് എനിക്ക് എൻട്രൻസ് ക്ലിയർ ആക്കാൻ പറ്റില്ല. നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുണ്ടായിരുന്നു. അതും അതേപോലെ തന്നെ സംഭവിച്ചു. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് എഴുതി നീറ്റിനെ ക്ലിയർ ആക്കാൻ പറ്റിയില്ല. അപ്പോൾ പറ്റാത്തത് കാരണം എനിക്ക് പിന്നെ ഒരു കഴിവും ഇല്ല എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഡിഗ്രിക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം ആ 2 വർഷം ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച 2 കാര്യങ്ങളും അത് അതേ രീതിയിൽ തന്നെ സംഭവിച്ചു. നീറ്റ് കിട്ടിയാൽ എന്ത് പറ്റും, നീറ്റ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എനർജി കൊടുത്തത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ബോർഡ് എക്സാമിന് മാർക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ഞാൻ ചിന്തിച്ച 2 കാര്യങ്ങളും അതേ രീതിയിൽ തന്നെ സംഭവിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കണോ എന്ത് കാര്യമാണോ അങ്ങനെ കൂടുതൽ നേരം നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ലൈഫിൽ അത് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യം അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാം, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് സംഭവിക്കാം. അപ്പം ഞാൻ ആ 2 വർഷം ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച 2 കാര്യം എൻ്റെ ലൈഫിൽ സംഭവിച്ചു. സോ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങളും ലൈഫിൽ ഇതേപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുക്കണം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് അതേ രീതിയിൽ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം സ്ട്രെസ്സോ ടെൻഷനോ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്കൊരു ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ട്, ഈ ഒരു കാര്യം സംഭവിക്കൂല, ഇതിങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വലിയ ബുക്കുകളിലൊക്കെ പരാമർശിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്തിട്ട് ബുക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങൾ അതിൽ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഇതിനൊരു സൊല്യൂഷൻ ഉള്ളതാണോ, ഇതിങ്ങനെ സംഭവിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചാൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്താണ്, ഇതിന് എനിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണോ ഇത് നിങ്ങൾ ചിന്തിക്കുക. അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു യെസ് അല്ലെങ്കിൽ ഒരു നോ, സൊല്യൂഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. ഇത് രണ്ട് വേറെ സിറ്റുവേഷൻ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉള്ളൊരു പ്രശ്നമാണിത്. നിങ്ങൾ ടെൻഷൻ അടിക്കണ ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് അതിനൊരു ഒരു സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അതിനെപ്പറ്റി ഓർത്ത് എന്തിനാണ് ടെൻഷൻ അടിക്കണത്. ആ സൊല്യൂഷൻ എന്താണോ, എന്ത് ചെയ്താലാണോ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക, അത് നമ്മൾ സിൻസിയറായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്തു പോയാൽ ആ പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തു പോയാൽ പോരെ, എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രശ്നമാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് വിചാരിച്ച് നിങ്ങൾക്ക് ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല. ഇത് ഇങ്ങനെ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കണത്, ലൈഫിൽ എന്തായാലും ഈ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും ഞാൻ ജീവിച്ച് മുന്നോട്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് നിങ്ങൾ ലൈഫ് ലോങ് ഇനി ജീവിക്കേണ്ടത്. അപ്പം നിങ്ങൾ എന്തിനാണ് ടെൻഷൻ എടുക്കുന്നത്, അക്സെപ്റ്റ് ദ റിയാലിറ്റി. ശരിയാണ്, ഞാൻ ലൈഫ് ലോങ് ഇങ്ങനെയാണ് ഇനി ജീവിക്കാൻ പോകുന്നത്, ഇത് കൊണ്ടാണ് ഞാൻ ജീവിക്കേണ്ടത്. അപ്പം അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് അങ്ങനെ തന്നെയാണ്, അത് മാറ്റാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കണത്, ലൈഫ് ലോങ് ഇങ്ങനെ ജീവിക്കേണ്ട ഒരു വ്യക്തി അതിനെപ്പറ്റി ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുക, അതിനെ മാറ്റി അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് വൃത്തിക്ക് ചെയ്തു പോവുക. ഇനിയിപ്പോൾ സൊല്യൂഷൻ ഇല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് ലൈഫിൽ മുന്നോട്ട് പോവുക. ഹാപ്പി, ഏതൊരു സിറ്റുവേഷനും ടെൻഷൻ അടിക്കാതെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. എവറിത്തിങ് വിൽ ബി ഹാവിങ് എ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ ഇല്ലാത്തതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ദിസ് ഈസ് ഓൾ വാട്ട് ഐ ഹാവ് ടു സേ ടുഡേ. താങ്ക് യു.